വയനാട് പനമരം മേച്ചേരിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പനമരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലാണ് 8 കാട്ടാനകൾ, ഒരു കുട്ടിയാനയടക്കം 8 കാട്ടാനകൾ തമ്പടിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയുടെ തൊട്ട് അടുത്തായി ഇവിടെയുള്ള തോട്ടത്തിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചത്. ഇന്നലെ എത്തിയതാണെന്ന് കരുതുന്നു. ഇന്നും ഇവിടെ തുടർന്നു. സ്വാഭാവികമായും ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ തുരത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് കബനിപ്പുഴ, ചെറുപുഴ ഒഴുകുന്ന പ്രദേശമാണ്. കബനിപ്പുഴയുടെ കൈവഴിയായ ചെറുപുഴ ഒഴുകുന്ന പ്രദേശമാണിത്. ദാസനക്കര മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ കാട്ടാനകൾ ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലായിരുന്നു. എത്രമാത്രം ഒരു ആശങ്ക നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു? നേരത്തെ വരാറുണ്ട്. അല്ല, ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഇത്ര അടുത്ത് കാണുന്നത്. നേരത്തെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നെയാണ് നമ്മളെ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളെ അറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. ഇത്രയധികം അതെ, ഇതിനു മുമ്പ് ഇത്രയൊന്നും വന്നിട്ടില്ല. ഒറ്റാന ഇതിനു മുമ്പ് വന്നത് 10 വർഷം മുമ്പാണ്. അന്ന് ഒറ്റാനയാണ് വന്നത്. അത് കുറച്ച് നാശങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് അവസാനം വെടിവെക്കാണ് ചെയ്തത്. ഇത്രയും ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കൂട്ടം ഇവിടെ വരുന്നത്. ആനകൾ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ആ പരിസരങ്ങളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കുള്ള അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് പറയാം. കുറച്ച് കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എന്തായാലും ആശങ്കയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായ പരിഹാരമായി ആനകളെ തിരിച്ച് വനത്തിനകത്തേക്ക് ദാസനക്കര മേഖലയിലേക്ക് തുരത്താൻ വേണ്ടി വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.